മണിപ്പൂരിൽ എത്രയോ നാളായി കലാപം നടക്കുകയാണെന്ന് നമുക്കറിയാം. ഈ മണിപ്പൂരിലെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയ മെയ്തി യുവാക്കളെ ഇപ്പോൾ തിരിച്ചെത്തിച്ചു. മണിപ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ 2 യുവാക്കളും ഉണ്ട് എന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് സ്ഥിരീകരിച്ചു. സെപ്റ്റംബർ 29-നാണ് ഇവരെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ ചില നിബന്ധനകളൊക്കെ വെച്ചതിന് ശേഷമാണല്ലോ ഇവരെ തിരിച്ച് വിട്ടതുമൊക്കെ. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? മോത്തി, തീർച്ചയായിട്ടും ചില ഉപാധികൾ വെച്ചിരുന്നു കുക്കി സംഘടനകൾ. കുക്കി ആയുധധാരികളാണ് ഈ 2 മെയ്തി യുവാക്കളെ സെപ്റ്റംബർ 29 കാങ്പോപ്പിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയത്. അതിൽ പ്രധാനപ്പെട്ട 2 ഉപാധികൾ എന്ന് പറയുന്നത്, ഒന്ന് ഇംഫാൽ ജയിലിൽ കഴിയുന്ന 15 കുക്കികളെ മോചിപ്പിക്കണമെന്നുള്ള കാര്യം. രണ്ടാമത്തേത് വിഘടനവാദി നേതാവായിട്ടുള്ള മാർക്ക് ടി ഹാക്കിപ്പിനെ, അദ്ദേഹം NIA കസ്റ്റഡിയിലാണ്, അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നുള്ള 2 ഉപാധികളായിരുന്നു പ്രധാനമായിട്ടും വെച്ചത്. ഈ ഉപാധികൾ മുഴുവനായിട്ടും എന്തായാലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മറിച്ച് 11 കുക്കികളെ, ഇംഫാൽ ജയിലിലുണ്ടായിരുന്ന 11 കുക്കികളെ മോചിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ 2 മെയ്തി യുവാക്കളെയും മോചിപ്പിച്ചിരിക്കുന്നത്, റിലീസ് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ സുരക്ഷിതമായി മണിപ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എൻ ബിരേൻ സിംഗ്, മണിപ്പൂർ മുഖ്യമന്ത്രി, വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി അർജുൻ.